പ്രശ്നേഷ് പുതിയ കാര്യമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് കേട്ടു വെക്കട്ടോ, എന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. വർക്കില്ല, എനിക്ക് പണിയെടുക്കാൻ പണി സാധനങ്ങളില്ല, അതുപോലെ സ്വന്തം ബന്ധങ്ങളില്ല, രക്തബന്ധങ്ങളില്ല, പെർമനന്റ് ആയിട്ട് ഒരു അഡ്രസ്സ് പോലും ഇല്ലാത്തവനാണ് ഇപ്പൊ ഞാൻ. ആക്ച്വലി എൻ്റെ അച്ഛനോട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് അച്ഛൻ എന്തുകൊണ്ട് പൊട്ടിത്തെറിച്ചു, പുള്ളിക്കാരൻ എന്തുകൊണ്ട് സംയമനത്തോടെ നമ്മുടെ കയ്യിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്കിപ്പം കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒരുപാട് കിടന്ന് ഓടിയിട്ട് ആ ഒന്നും അല്ലായിരുന്നു എന്ന് തോന്നിയപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്നും പറ്റിയ ആ സെയിം സംഭവം തന്നെയാണ്. എനിക്ക് സംയമനത്തോടെ സംസാരിക്കാൻ പറ്റിയില്ല, ഇമ്മച്ചുവറായിട്ട് ഞാൻ പെരുമാറിപ്പോയി, എൻ്റെ ഇമോഷൻസിന്റെ പുറത്ത് ഞാൻ ആക്ട് ചെയ്തു പോയി. അതൊന്നും പാടില്ലായിരുന്നു, അങ്ങനെ അല്ലായിരുന്നു ഞാൻ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഗ്രീൻ ഹൗസ് തുടങ്ങിയതും പണികൾ ചെയ്ത് പഠിച്ചതും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ, ഈ ഒരു വീട്ടിൽ നിന്നാണ്. അതായത് അന്നും എനിക്ക് ആൻറ്റി അങ്കിളൊക്കെ തന്നിട്ടുള്ള ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ആവശ്യം, ഫിനാൻഷ്യൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടി ഇവിടെ വരിക, ഇവിടെ നിനക്കായിട്ട് വർക്കുകൾ ഒഴിച്ചിടുക എന്നുള്ള എന്നോട് സ്നേഹവും സപ്പോർട്ടും ഉള്ള, ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും കണക്റ്റ് ആവുന്ന മനുഷ്യർക്ക് ഒരു വലിയ നന്ദി മാത്രമേ പറയാനുള്ളൂ. പിന്നെ അതുപോലെ ഈ ഒരു ജീവിത സാഹചര്യം വന്നു, അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക, ഇതും കടന്നു പോകും എന്നാണ് ഞാനും ഇപ്പം എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ആ വീഡിയോ. ഇതിലെ ഒന്നാമത്തെ കാര്യം, ഓൻ തുടക്കത്തിൽ ഓനൊരു വീടിൻ്റെ ടെറസിൽ എന്നിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, പൊടി സാധനങ്ങളൊക്കെ എന്താ ഇവിടെ കളഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. ആക്ച്വലി ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന വളരെ ചുരുക്കം ആളുകളോട് അല്ല പറയാനുള്ളത്, എന്നെ ഇഷ്ടമല്ലാത്ത ഗ്രീൻ ഹൗസ് ഒന്ന് മുടിഞ്ഞു പോട്ടെ. ഓൻ സന്തോഷ വാർത്തയാണ് പറയണത്. സന്തോഷ വാർത്ത ആരോടെ പറയണത്? അവൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരോട്. എന്നിട്ട് അവ അതിൽ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇവിടെയാണ് കേട്ടോ ഇവ ഈ മാർക്കറ്റിങ്ങിൻ്റെ കളി കിടന്ന് കളിച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇവൻ്റെ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസസ് എന്ന ആ ഒരു കമ്പനി നശിച്ചു പോട്ടെ, മുടിഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകൾ, അതാരും അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ടാവുക? അവൻ ചെയ്യണത് സമൂഹത്തിന് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ക്ലീനിങ് സർവീസസ് ഈ സംഗതിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള, അല്ലെങ്കിൽ ആദ്യത്തെ ഇതാണ് തോന്നുന്നു ഇങ്ങനൊരു എൻ്റർപ്രൈസ്, അല്ലെങ്കിൽ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ആദ്യത്തെ എൻ്റർപ്രൈസ് ആയിരിക്കും അറ്റ്ലീസ്റ്റ്. അത് മുടിഞ്ഞു പോകണമെന്ന് ആരാഗ്രഹിക്കുന്നുണ്ടായിരിക്കാം? അവർക്ക് സന്തോഷം കിട്ടുന്ന വാർത്തയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇവനെ പേഴ്സണൽ ലൈഫിലുള്ള കുറേ കാര്യങ്ങൾ ഇവൻ്റെ കരിയറുമായിട്ട് കൊണ്ടുപോയിട്ട് ആ കരിയറിനെ നശിപ്പിക്കാൻ ആളുകൾ നോക്കണമെന്ന് പറയുമ്പോൾ ഇതൊരു തരം മാർക്കറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. വൃത്തിയായിട്ട് നെഗറ്റീവ് മാർക്കറ്റിംഗ്, നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മാർക്കറ്റിംഗ് ആണ് തോന്നുന്നു ഈ സാധനം. അതായത് ജീവിതമാർഗം നശിപ്പിക്കുകയാണ് എന്നിട്ട് പറയുമ്പോഴേ, ഇപ്പോൾ ഒരാൾ ഇവൻ്റെ പെങ്ങളെ തെറി വിളിച്ചത് കൊണ്ടാണ് ആളുകൾ ഇവനോട് ഒരു ഹീറ്റുള്ളത് എന്ന് ഇവന് മനസ്സിലാവണില്ല. അഥവാ മനസ്സിലാക്കിയാൽ ഇവൻ സമ്മതിക്കണില്ല. ഇതൊരു തരം വൃത്തികെട്ട ഈഗോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവൻ അപ്പോഴും എടുക്കുന്നത് ഇവൻ്റെ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ തുനിഞ്ഞിറങ്ങിയിരുന്നത്. അപ്പോൾ ഇവൻ ചെയ്യണ കാര്യം, ഇവൻ്റെ പ്രവൃത്തികൾ കൊണ്ടാണ്, ഇവൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, പെങ്ങളെ തെറി വിളിച്ചത് കൊണ്ടാണ് ഇവന് ഹേറ്റ് വരുന്നത്. ഇവൻ അതാണ് അങ്ങനെയല്ല പക്ഷെ എടുക്കണത്. ഇവൻ കൊണകൊണ അടിച്ചിട്ട് പിന്നെയും പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ക്ലീനിങ് സർവീസ് നശിപ്പിക്കാൻ വേണ്ടി. എന്തപ്പത്? ആഗ്രഹിക്കുന്ന അനേകായിരം ആളുകളോടാണ് പറയുന്നത്. അനേകായിരം ആളുകളെ ഞാൻ ഇപ്പോൾ ആദ്യം ഇത് കേട്ടപ്പോൾ വിചാരിച്ചെന്താ അറിയോ, ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസസ് നശിച്ചു പോകണമെന്ന് ഇവൻ്റെ അമ്മയും പെങ്ങളോടാണല്ലോ പിന്നെ പൊതുവെ ഒരു ഈറുള്ളത്. അപ്പോൾ അവർ കേൾക്കാൻ വേണ്ടിയിട്ടോ ഒന്നും കേട്ടു. ചില ആൾക്കാർ പറയില്ലേ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ ഇത് കേൾക്കുന്നുണ്ടോ നീ ഇത് കാണുകയാണെങ്കിൽ എന്നൊക്കെ പറയില്ല. അപ്പോൾ അതുപോലെ ഇവർ വീട്ടുകാർ കാണാനും കേൾക്കാനും വേണ്ടിയിട്ട് പറയുന്നത് അല്ല, അനേകായിരം ആളുകൾ അത്ര. അപ്പോൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ മലയാളികളായ ആളുകളോട് ഇതിങ്ങനെ പറയാം, അനേകായിരം ആളുകൾ അവൻ്റെ ക്ലീനിങ് സർവീസ് നശിപ്പിക്കാൻ ശ്രമിക്കണം. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ അവൻ്റെ ക്ലീനിങ് സർവീസ് നശിച്ചു പോകണം, ഒരു മനുഷ്യൻ്റെ ജീവനോപാധി നശിച്ചു പോകണമെന്ന്, മുടിഞ്ഞു പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ ആക്ച്വലി നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു മുടിഞ്ഞ തൊലഞ്ഞു പോയ സിറ്റുവേഷനിൽ എത്തി നിൽപ്പുണ്ട്. ഗ്രീൻ ഹൗസിന് വർക്കില്ല, എനിക്ക് പണിയെടുക്കാൻ പണി സാധനങ്ങളില്ല. ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിന് വർക്കില്ല. ചെങ്ങായി വർക്കില്ല എന്ന് പറയുമ്പോൾ വർക്ക് ഇനിയും കിട്ടും, ഒരുപാട് വർക്കുകൾ കിട്ടും, വർക്കുകൾ ഏറ്റെടുക്കാനും ഒക്കെ പറ്റും. അത് ഒരു സമയത്ത് നീ അത് അങ്ങനെ ചെയ്തുകൊണ്ട് പോലീസ് കേസൊക്കെ ചെയ്തുകൊണ്ട് ബാധിച്ചായിരിക്കും. അത് നീ അവരെ തെറി വിളിച്ചത് കൊണ്ടാണ് വർക്കില്ലാത്തത്, അത് മനസ്സിലാക്കുക. തെറി വിളിച്ചത് കൊണ്ടാണ് ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസസ് എന്ന എൻ്റർപ്രൈസിന് ആ വഴി നിനക്ക് വർക്ക് കിട്ടാത്തതുണ്ടായിരിക്കുക. അതായിരിക്കാം മെയിൻ റീസൺ. ഓക്കെ, അതോ അംഗീകരിക്കണേ ഇല്ല. സ്വന്തം ബന്ധങ്ങളില്ല, പണി സാധനങ്ങളില്ല. പണി സാധനങ്ങൾ എൻ്റെ കുട്ടിയെ എന്താ പറയുക സുഹൃത്തെ, ഈ പണി സാധനങ്ങൾ വാങ്ങാന്ന് പറയുന്നത് എന്തൊക്കെ എവിടെയെങ്കിലും കടമായിട്ടേനും പണി സാധനങ്ങൾ വാങ്ങാൻ പറ്റൂലേ? പിന്നെ അവൻ്റെ യൂട്യൂബ് ചാനലുണ്ടല്ലോ, ഇത്ര ദാരിദ്ര്യം പറയണം. അവൻ്റെ യൂട്യൂബ് ചാനലിൽ എത്ര ലക്ഷക്കണക്കിന് ആളുകളുള്ളത് ഒന്ന് നോക്കി. എന്നിട്ട് ഇതൊന്നും പൈസ കിട്ടൂലേ? ദാരിദ്ര്യം ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നു സുഹൃത്തെ, നമ്മളൊക്കെ ഇവിടെ ജീവിക്കാൻ വേണ്ടി ഒരു മാസം EMI അടയ്ക്കാൻ വേണ്ടിയിട്ട് ലോണ് അത് എല്ലാം കൂടി കഷ്ടപ്പാട് ദുരിതം അല്ലേ, രണ്ടറ്റ പൊട്ടിക്കാൻ വേണ്ടി ഇവിടെ പോട്ട പാട് വെക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് ഇപ്പം ദാരിദ്ര്യം പറയണത്, പക്ക ദാരിദ്ര്യം വൈക്കത്തെ കൈ അവിടുന്ന്.
രക്തബന്ധങ്ങളില്ല. എന്താ രക്തബന്ധങ്ങളില്ലാണ്ട്? അമ്മയും പെങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ, ഒക്കെ അല്ലേ രക്തബന്ധങ്ങളില്ല. അത്ര ഫുള്ള് സെൻറ്റിമെൻ്റൽ കോമഡിയാണത്. പെർമനൻ്റ് ആയിട്ട് അഡ്രസ്സ് ഇല്ല അത്ര. ഇപ്പം അമ്മയുടെ വീട്ടിൽ എന്തോ വന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ട്. അവർ സഹായിക്കാണ്ട് എന്നൊക്കെ പെർമനൻ്റ് ആയിട്ട് അഡ്രസ്സ് ഇല്ല പറയുമ്പോൾ ഒരു വാടക വീട്ടിൽ ഒരു വാടകയ്ക്കൊരു വീട് ഇത്ര അവിടെ താമസിച്ചോടെയൊക്കെ ആയി താമസിച്ചോടെ. ഇപ്പം എനിക്ക് ഇവനിപ്പോൾ സന്തോഷമായിട്ട് അമ്മയെ നോക്കണ്ട പെങ്ങളെ നോക്കണ്ട. ഞാൻ ഇമോഷണലായിട്ടുള്ള ആസ്പെക്റ്റ് അല്ല കേട്ടോ പറയണത്. അമ്മയെ നോക്കണ്ട പെങ്ങളെ നോക്കണ്ട. ഇവർ കണക്കൊക്കെ പറഞ്ഞവനല്ലേ. ഇപ്പോൾ ഒരു വാടക വീടിന് അവിടുത്തുണ്ടെങ്കിൽ അതാവൂലേ അഡ്രസ്സ്? പിന്നെന്താ അഡ്രസ്സ് ഇല്ല എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി എന്റെ അച്ഛനോട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് അച്ഛൻ എന്തുകൊണ്ട് പൊട്ടിത്തെറിച്ചു, പുള്ളിക്കാരൻ എന്തുകൊണ്ട് ഇവന്റെ ചോദ്യങ്ങൾ കേട്ടിട്ട് അച്ഛൻ പൊട്ടിത്തെറിക്കല്ല, അച്ഛന് തലക്ക് പ്രാന്താവും. സംയമനത്തോടെ നമ്മുടെ കയ്യിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്കിപ്പം കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതാണ് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പറയുന്ന ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്ര കൂളായിട്ട് സംസാരിച്ചിട്ട് ടെമ്പർ തെറ്റും. എന്നിട്ട് ഇപ്പോൾ അപ്പുറത്തെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവൻ തന്നെ ആ വീട്ടിൽ നട്ടപ്പാരിക്ക് കയറി വന്നിട്ട് ഇവൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ കൂടി ഇപ്പം വളരെ ഇങ്ങനെ പറയാം അത് ഞാൻ പറയുമ്പോൾ മനുഷ്യന് തലക്ക് പ്രാന്താവും. അത് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇല്ല, ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും നമ്മൾ. അതിപ്പോൾ ഇവനെ വ്യക്തിപരമായിട്ട് നമ്മൾ നെഗറ്റീവ് അങ്ങനെ പറയല്ലേ, ഈ ഓവറായിട്ട് വർത്താനം പറഞ്ഞിട്ടേ മനുഷ്യൻ ഒന്ന് അപ്പുറത്തുനിന്ന് പറയുന്ന ആൾ നമ്മളൊന്ന് കേൾക്കണ്ടേ, അല്ലാണ്ട് നമ്മുടെ ഫിലോസഫി കൊണ്ട് പറയല്ല. നമ്മൾ ചിലപ്പോൾ ഒരുപാട് ദുരിതങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ട് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് ഒന്ന് കരുതിയിട്ട് ബാക്കിയുള്ളവർക്ക് അവരുടെ കഷ്ടപ്പാടുണ്ടായിരിക്കും. അത് അവരുടെ കണ്ണുകളിലൂടെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവരും കൂടി കേൾക്കാൻ അറിയാൻ ശ്രമിക്കാവുന്നൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒരുപാട് കിടന്ന് ഓടിയിട്ട് ആ ഓട്ടങ്ങളൊന്നും ഒന്നും അല്ലായിരുന്നു തോന്നിയപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്നും പറ്റിയ ആ സെയിം സംഭവം തന്നെ. അതാണ്. അപ്പം ഇത് നമുക്ക് മനസ്സിലാവേണ്ട ഒരു സാധനം പറയാണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് വന്ന് അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ അതിനൊന്നും വില ഇല്ലാത്തൊരവസ്ഥ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ആരാ വില്ലനും വില്ലത്തിയൊക്കെ ആരുണ്ടാവുക? മകനാണോ, ഭാര്യയാണോ, മകളാണോ? എന്തോ ആയിക്കോട്ടെ, അച്ഛൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ മനസ്സിലാവേണ്ടത്. അത് ഏതൊരു സിനിമയിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നമുക്കൊരു സ്റ്റേജ് കഴിയുമ്പോൾ മറ്റേതിൽ ദൈവം ഏത് മനസ്സിലാവണില്ല. ഷട്ടാ ദൈവ സിനിമയില്ലേ ഷട്ടോ സിനിമയുടെ എനിക്ക് പേരുകൾ കിട്ടൂല. അതാണ് അവസ്ഥ. എനിക്ക് അച്ഛൻ്റെ ഇത് ഇപ്പോഴും മനസ്സിലാവുന്നത് പറയുന്നില്ലേ. എനിക്ക് സംയമനത്തോടെ സംസാരിക്കാൻ പറ്റിയില്ല, ഇമ്മച്ചുറായിട്ട് ഞാൻ ഷെയ്ൻ നീക്കം പറയില്ലേ. ഇപ്പോൾ എൻ്റെ ഇമോഷൻസിന്റെ പുറത്ത് ഞാൻ ആക്ട് ചെയ്തു പോയി. അത് അവന് മനസ്സിലായി. അവന് വളരെ പക്വത ഇല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. ഇമോഷൻസിൻ്റെ പുറത്താണ് സംസാരിച്ചതെന്നൊക്കെ. ഈ ഇമോഷൻസിൻ്റെ പുറത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാലും ഇത് തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു ഗ്രഡ്ജ് അവരോട് ഒരു വെറുപ്പ് കാണിക്കേണ്ടത് ഡൗട്ടുണ്ട്. ഇപ്പം വീഡിയോസിൽ തുടർച്ചയായിട്ട് ഇപ്പോഴും അവർ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാടില്ലായിരുന്നു, അങ്ങനെ അല്ലായിരുന്നു ഞാൻ പ്രതികരിക്കേണ്ടതെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. അതാണ് യു ആർ എൻ ഓൺട്രപ്രണർ. അപ്പോൾ ഇമോഷൻസ് മാത്രം വെച്ചിട്ട് ഇടപഴകാൻ പാടൂലായിരുന്നു. തിരിച്ചറിവ് നല്ലതാണ് ബ്രോ. ഞാൻ ഗ്രീൻ ഹൗസ് തുടങ്ങിയതും പണികൾ ചെയ്ത് പഠിച്ചതും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടുന്ന് തന്നെയാണ് കേട്ടോ, ഈ ഒരു വീട്ടിൽ നിന്നാണ്. അതായത് അന്നും എനിക്ക് ആന്റി അങ്കിളൊക്കെ തന്നിട്ടുള്ള ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ആവശ്യം. ആൻറ്റി അങ്കിളൊക്കെ അന്ന് സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു, ഇന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ വലിയ ദാരിദ്ര്യം പറയുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്, ഫാമിലി തന്നെ ഉണ്ട്. ഫിനാൻഷ്യൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലി നല്ല റിലേറ്റീവ്സ് തന്നെ ഉണ്ട്. ഇവിടെ നിനക്കായിട്ട് വർക്കുകൾ ഒഴിച്ചിടുമെന്നുള്ള എന്നോട് സ്നേഹം. എന്താണ് വർക്കുകൾ ഒഴിച്ചിടുമ്പോൾ എനിക്ക് മനസ്സിലായില്ല. അതായത് ഇവിടെ വൃത്തിമെടുപ്പില്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഇടാം, നീ വന്നിട്ട് വൃത്തിയാക്കി പോയിക്കോന്നാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല, എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നിയൊരു ഡൗട്ടാണത്. എന്തായാലും ഓന് വർക്കുകളൊക്കെ കിട്ടും. അവന് ആദ്യം ഈ ഫാമിലി പ്രോബ്ലംസ് ഇങ്ങനെ പറയാണ്ടിരിക്കുക. അവന് ഒരു കുറച്ചുകൂടി പ്രൊഫഷണലായിട്ടേ അവൻ്റേതായ കാര്യങ്ങൾ നോക്കി കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ഈ അണുകുണാപ്പി അങ്ങോട്ട് അത് തെറി വിളിക്കലും ചീത്ത വിളിക്കുന്ന പരിപാടി, പെങ്ങളെ കുറ്റം പറയൽ, അമ്മയെ കുറ്റം പറയലൊക്കെ നിർത്തിയിട്ട്, എന്തൊക്കെ പറഞ്ഞാൽ അവർ സ്ത്രീകളാണ്, അവർക്ക് ജോലിയില്ല, അല്ലെങ്കിൽ അവർക്ക് അത്രമായിട്ട് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. അപ്പോൾ അതിപ്പോൾ മനസ്സിലാക്കണം. ഇവന് പണിയെടുക്കാമല്ലോ, ഇവന് സ്വന്തമായിട്ടൊരു എൻ്റർപ്രൈസും ഒക്കെ ഉണ്ട്. എന്നിട്ട് അവരെ എങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അവർ കൂടുതൽ അരക്ഷിതരായ ഒരു അവസ്ഥയിൽ നിൽക്കണത്. ഇവന് ആ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഓൻ്റെ കൊണകൊണാപ്പി, അതാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇവനോട് ദേഷ്യം വരെയുള്ള കാരണം. ഇവൻ അവരെ തെറി വിളിക്കുന്നു, ചീത്ത വിളിക്കുന്നു, അതേപോലെ പെങ്ങളെ സ്ലറ്റ് ഷെയിം ചെയ്യണത്, ആ രീതിയിലുള്ള നെഗറ്റീവായിട്ട് സംസാരിക്കണതൊക്കെയാണ് ആളുകൾക്ക് പ്രശ്നം. അതിപ്പോൾ മനസ്സിലാക്കണേ ഇല്ല. ഇപ്പോൾ പറയണത് എല്ലാവരും കൂടി ഇവൻ്റെ എൻ്റർപ്രൈസിന് നശിപ്പിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ. സപ്പോർട്ടുള്ള ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും കണക്റ്റ് ആവുന്ന മനുഷ്യർക്ക് ഒരു വലിയ നന്ദി മാത്രമേ പറയാനുള്ളൂ. ബ്രോ, താങ്കൾ പറയണത് കണക്റ്റ് ആവും പലതും. ചിലത് ആണ് നമുക്ക് സെറ്റാവാത്തത്. അതായത് കഷ്ടപ്പെട്ട് ദുരിതാനുഭവിച്ച് ചെറുപ്പം മുതലേ പാർട്ട് ടൈം ജോലിക്ക് പോയി അങ്ങനെ വളർന്നു വന്നൊരവസ്ഥയൊക്കെ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ പലരുടെയും അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഈ ബ്രോ പറയുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷേ വിഷയം എന്താ വെച്ചാൽ നമ്മൾ തന്നെ ശരിയെന്ന് ചിന്തിക്കണോർത്താണ് ഈ വിഷയം.
അതുപോലെ മറ്റുള്ളവർ നമ്മൾ വിചാരിച്ച പോലെ ആവണം എന്നും അങ്ങനെ നിർബന്ധം പിടിക്കാനും പറ്റൂല. എപ്പോഴും നമുക്കിങ്ങനെ ഇതിങ്ങനെ പോയത് ഇങ്ങനെ വേണം അങ്ങനെ ശാഠ്യം പിടിക്കാൻ പറ്റൂല. ഓരോരുത്തർക്ക് അവരുടേതായ പ്രശ്നങ്ങളും ഓരോരുത്തരുടെ ചിന്തകൾ വേറെ രീതിയിലായിരിക്കും. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യണമെന്നില്ല, ആ സ്പീഡിൽ അവർക്ക് ജീവിക്കാൻ പറ്റണമെന്നില്ല, നമ്മൾ കാണിച്ച വഴിയിലൂടെ തന്നെ പോകണമെന്നൊന്നുമില്ല. ആളുകൾ നമുക്ക് സ്വാതന്ത്ര്യമുള്ള പോലെ അവകാശങ്ങളുള്ള പോലെ തന്നെ ഇഷ്ടങ്ങളുള്ള പോലെ തന്നെ മറ്റുള്ളവർക്ക് അത് ഉണ്ട് എന്ന് അംഗീകരിക്കാനുള്ള മിനിമം ബോധം ഉണ്ടായാൽ മതി. അത് ഈ ചങ്ങായിക്ക് പലപ്പോഴും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവന് ഒരുപാട് കഴിവുണ്ട്, ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം. ഇവൻ്റെ കഥകളിൽ ഇവൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സ്നേഹമൊക്കെ തോന്നും. പക്ഷേ ഈ ചീത്ത വിളിക്കൽ മറ്റുള്ളവർ അതുപോലെ ആവണം എന്നൊക്കെ പറയണത്താണ് ഈ വിഷയമുള്ളത്. മറ്റുള്ളവരെ താറടിച്ച് കാണിക്കുക, ഇതൊക്കെയാണ് അവൻ്റെ പ്രശ്നം. പിന്നെ അതുപോലെ ഈ ഒരു ജീവിത സാഹചര്യം വന്നു, അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക, ഇതും കടന്നു പോകും എന്നാണ് ഞാൻ. ഈ എന്ത് ജീവിത സാഹചര്യം വന്നു പറഞ്ഞാൽ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഓനുണ്ട്, വൈഫുണ്ട്, സ്വന്തമായിട്ട് ഒരു കമ്പനി ഉണ്ട് കയ്യിൽ, അധ്വാനിക്കുക, ജീവിക്കുക. ഓനും ഭാര്യയും മാത്രമേ ഉള്ളൂ, വേറെ ആരെയും കാര്യങ്ങളും ഇപ്പോൾ നോക്കണ്ട. നിങ്ങളാണ് മൂപ്പര സ്ഥാനത്തേക്ക് എന്താ ചെയ്യുക? പെങ്ങൾക്കും അമ്മയ്ക്കും മാസം കുറച്ച് കാശൊക്കെ കൊടുത്ത് അല്ലേ, ഇടയ്ക്ക് അവരെയൊക്കെ വിസിറ്റ് ചെയ്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു സോറിയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇവർക്ക് എത്ര രസമായിട്ട് ജീവിക്കാൻ പറ്റും അല്ലേ? ആദ്യം തന്നെ അല്ലെങ്കിൽ ഒന്ന് അറ്റ്ലീസ്റ്റ് അവരെ കുറ്റം പറയാണ്ടെങ്കിലും ഇരിക്കുക. കുറച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് പൈസയൊക്കെ കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ല. ഫാമിലി പ്രോബ്ലംസ് എല്ലാവർക്കും ഉണ്ടാവില്ലേ? അപ്പോൾ ഇതന്നെ മൈൻഡിൽ വെച്ചിട്ട് നടക്കുകയോ, ഒറ്റക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊരു സ്റ്റേജിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, ഒറ്റപ്പെടലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ രമ്യമായിട്ട് പരിഹരിക്കുക, വീണ്ടും സമാധാനത്തോടെ ജീവിക്കുക. ഇനി ഇവർക്ക് തീരെ സെറ്റായി പോകും പറ്റണില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഭാര്യ ഇവന് മാത്രമല്ലേ ഉള്ളൂ, ഇവരുടെ കാര്യം നോക്കി അറ്റ്ലീസ്റ്റ് അവരെ തെറി വിളിക്കാണ്ടെങ്കിൽ നടന്നൂടെ? പിന്നെ ഒരു മകനല്ലേ, അപ്പോൾ ഇവർക്കൊരു ഉത്തരവാദിത്തം ഇല്ലേ ചങ്ങായിക്ക്? മിനിമം ഒരു മാസം ഒരു കുറച്ച് എമൗണ്ട് എന്തെങ്കിലും കൊടുക്കുക, പെങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, അന്വേഷിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അതുപോലെ ഇടയ്ക്ക് സുഖവിവരങ്ങൾ അന്വേഷിക്കുകയൊക്കെ. ഇനിയിപ്പോൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഇത്രയും അടിപിടിയാണെങ്കിൽ ഒന്ന് മാറി താമസിക്കുക, ഇടയ്ക്ക് പോയിട്ട് അന്വേഷിക്കുക, അറ്റ്ലീസ്റ്റ് ഫോൺ കോൺടാക്റ്റായെങ്കിലും വെക്കുക. ഓവറായിട്ട് പറഞ്ഞ് വെറുപ്പിക്കാണ്ടിരിക്കുക. അത് കൂടുതൽ വയലൻസിലേക്കും പ്രശ്നങ്ങളിലേക്കും അങ്ങോട്ട് ചെളി വാരി എറിയുക, അങ്ങോട്ട് അങ്ങോട്ട് തെറി വിളിക്കൊക്കെ ആയിത്തീരും. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഇട്ടാലാണ് ചില ബന്ധങ്ങൾ കുറച്ചുകൂടി അടിപൊളിയാവുണ്ടായിരിക്കുള്ളൂ. അത് പലരും ലൈഫ് അങ്ങനെ എന്നും ഒരേപോലെ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ പറ്റണമെന്നില്ല. എന്നും ഒരേപോലെ ഈ പറഞ്ഞ പോലെ ശത്രുക്കളായിട്ട് ജീവിക്കാനായിരിക്കും പറ്റൂല. ഒക്കെ സ്നേഹം ഉണ്ടായിരിക്കും, ഒരു സ്റ്റേജിൽ അങ്ങനെയൊക്കെ ആയി പോണതായിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയില്ല, ഒന്ന് മാറി നിൽക്കുമ്പോഴായിരിക്കും ആളുകൾ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടിയൊക്കെ രസമാവണം തീരണത്. അതായത് ഈ പ്രൈവസി കിട്ടാത്തതിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കും. പിന്നെ അനാവശ്യമായ എക്സ്പെക്റ്റേഷൻസ്, പ്രതീക്ഷകളൊക്കെ വരുന്നുണ്ടായിരിക്കും ആളുകളിൽ. അപ്പോൾ അതിൻ്റേതായ വിചാരിച്ച പോലെ നടക്കാത്തതിൻ്റെ ഈറയൊക്കെ വരുന്നുണ്ടായിരിക്കും. എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗൈസ്. ഇതാണ് മിസ്റ്റർ പ്രശ്നേഷ്. ഒരുപാട് കഴിവുള്ള മനുഷ്യരാണ്. ആളുടെ കമ്പനി വഴി അല്ലെങ്കിൽ മൂപ്പർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വഴി നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, അടിപൊളിയാവട്ടെ. അവൻ്റെ പാഷൻസിൻ്റെ പുറകെ അടിപൊളിയായിട്ട് ജീവിക്കാൻ അവന് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഗൈസ്. അപ്പോൾ വേറെ വീഡിയോയിൽ നമുക്ക് കാണാം. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ഓൾ കൊടുക്കുക. ഓക്കെ, ബൈ.